വെൽക്കം ബാക്ക് ടു ആഡ്ലംസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്റ്റഡി ടിപ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു 9/15 ഞാൻ സ്റ്റഡി ടിപ്സ് ഞാൻ 10th യൂസ് ചെയ്തിട്ടുണ്ടേനു, ഫുൾ A+ കിട്ടിയിട്ടുണ്ടേനു. അപ്പോൾ ആ ടിപ്സാണ് ഞാൻ ഇപ്പോൾ ഈ വർഷം +1 തുടങ്ങി. ഞാൻ PCMB സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ വർഷം ഞാൻ ഇതുവരെ ഇതിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫുൾ ഉഴപ്പായിരുന്നു സത്യം പറഞ്ഞ ഈ ഇയർ മൊത്തം. അപ്പോൾ ഇനി തുടങ്ങണം. നമുക്ക് ഇനി എന്താ പറയുക, ഒരു കംബാക്ക് സീരീസൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് സ്റ്റഡി ടിപ്സൊക്കെ ഞാൻ വീണ്ടും ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ ഈ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നുമാണ് 1 by 1 ആയിട്ട് ഞാൻ ടിപ്പായിട്ട് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ഇതെനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ ഐ നോ ദാറ്റ് ഇപ്പോഴത്തെ 10th സ്റ്റുഡൻസിൻ്റെ അവസ്ഥ വളരെ സങ്കടകരമാണ്. എനിക്കറിയാം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ +1, ഇപ്പോൾ ഞാൻ +1ലാണ്. അപ്പോൾ ജസ്റ്റ് കഴിച്ചിലായി പോവുക. അത് ഞങ്ങൾ 9th കഴിഞ്ഞപ്പോൾ 9th സിലബസ് ടഫാക്കി, ഞങ്ങൾ 10th കഴിഞ്ഞപ്പോൾ 10th ടഫാക്കി. ഇപ്പോൾ നമ്മൾ +1ലാണ്, അടുത്ത ഇയർ +1 ടഫാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് സ്റ്റഡി ടിപ്സാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് യു ഷുഡ് ബി ഇൻ എ കോണ്ടാക്ട്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ +1 തന്നെ ഒത്തിരി പേരുണ്ട് ടെക്സ്റ്റ് ബുക്ക് തൊട്ടിട്ടില്ല, ഓൺലി ലൈവ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് വേണ്ടിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് NCERT സിലബസ് പഠിക്കുന്ന കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കണം. NCERT ആണ് ഏറ്റവും മെയിൻ. ഒന്ന് ടെക്സ്റ്റ് ആയിട്ട് ഗോ ത്രൂ ചെയ്യുക, അതിലുള്ള പ്രോബ്ലംസ്, എക്സസൈസസ്. ത്രൂ എക്സാമിൽ അതിലുള്ള ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ +1 ആണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ തന്നെ ചോദിക്കലുണ്ട് എക്സാമിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് NCERT ടെക്സ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടെക്സ്റ്റാണോ ഫോളോ ചെയ്യണത് ആ ടെക്സ്റ്റായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് നിർബന്ധമാണ്. ജസ്റ്റ് ഇങ്ങനെ ലൈവ് ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കണ ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അതത്ര എഫക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ ഒരു ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഒക്കെ ആയിരിക്കും. ബട്ട് ഒന്ന് ടെക്സ്റ്റായിട്ട് കോണ്ടാക്റ്റ് നിർബന്ധമായിട്ടും വേണം. പിന്നെയുള്ള ടൈമെങ്കിലും ടെക്സ്റ്റ് ഒന്ന് നോക്കാൻ, റെഫർ ചെയ്യാൻ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതായിരിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഹ്യൂമൻസാണ്, റോബോട്ടൊന്നുമല്ല. നമ്മളെ ബ്രെയിനും ടയേർഡാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ടൈം എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കുക. അപ്പോൾ നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ആവാനുള്ളൊരു ടൈം കിട്ടുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ഫുൾ കവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും കഴിയൂല. അപ്പോൾ നമ്മളെ കൈമിൽ ഇത്തിരി ടൈം ഉണ്ട് എന്തായാലും. ആ ടൈം നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താക്കുക, നല്ലോണം ബ്രേക്ക് എടുത്ത്, നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം പഠിക്കുക. അതിനിടയ്ക്ക് കുറച്ച് ചെറിയ ബ്രേക്കുകൾ എടുക്കുക. പിന്നെ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് ഫുൾ ഡൈവേർഷൻ മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഫോൺ അവിടെ വെക്കുക. ഈ ഒരു ടൈം വേണമെങ്കിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനോ ഫ്രണ്ട്സിനോട് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഈ വീഡിയോ കാണുക, ഷോർട്സ് നോക്കുക, അങ്ങനത്തെ പരിപാടിയിൽ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക. ഈ ബ്രേക്ക് അങ്ങനത്തേലേക്ക് പോകാണ്ട് നോക്കുക. വേണമെങ്കിൽ ഒരു ചെറിയ സ്നാക്ക് ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താലും ഓക്കെ ആയിരിക്കും. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ HSS ലൈവിൽ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാനുണ്ട്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ആണ് മൂന്നാമത്തെ ടിപ്പ്. ഈ HSS ലൈവ് പോലെയുള്ള സൈറ്റുകളിൽ കുറേ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലാത്ത PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഉണ്ടാവും. സോൾവ്ഡ് ആൻസർ ബാങ്ക്സ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും. ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ്, ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള സകല ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും എത്രയോ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇയർ അടക്കം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട്. അതായത് നല്ല അടിപൊളി ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് വന്നാലും നമ്മൾ പഠിക്കാണ്ട് പോണ്ടെന്ന് പറയുന്ന ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ആ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വീണ്ടും സോൾവ് ചെയ്ത് പഠിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നാലാമത്തെ കാര്യമാണ് പൊമഡോറോ ടെക്നിക്ക്. ഇത് ചില ആൾക്കാർക്ക് മാത്രമേ സത്യം പറഞ്ഞാൽ എഫക്റ്റ് ആവുള്ളൂ, ചിലർക്ക് എഫക്റ്റ് ആവില്ല. എനിക്ക് തന്നെ 9th പഠിക്കുമ്പം കുറേയൊക്കെ എഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിരിക്കണം. പക്ഷെ എനിക്ക് 10th പൊമഡോറോ തീരെ എഫക്റ്റ് അല്ലായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, തീരെ എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അഞ്ചാമത്താണ് പാറ്റേൺ ഇൻറ്ററപ്റ്റ്. അതായത് നമുക്കിപ്പോൾ നല്ല മടി പിടിച്ചിരിക്കുക, അതായത് നമുക്ക് പഠിക്കാൻ തോന്നുന്നേ ഇല്ല. നമ്മൾ പഠിക്കണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ വേണ്ട, അങ്ങനെയൊക്കെ ഉള്ള വൈബ് പഠിക്കുന്ന സമയത്ത് 5 4 3 2 1 അങ്ങനെ എണ്ണാം.
അങ്ങനെ എണ്ണിയതിന് ശേഷം നമുക്ക് എന്താക്കാം, ആ 1 എത്തുന്ന സമയത്ത് 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ ടേബിളിൽ എത്തിയിട്ട് ആ കാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കണം. എന്നിട്ട് നമ്മളെ മൈൻഡിനോട് തന്നെ പറയാം നമ്മളൊരു 5 മിനിറ്റ്സ് ഇത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 10 മിനിറ്റ്സേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ അതിൽ തന്നെ ആയിക്കോളും. നമ്മളിങ്ങനെ പിന്നെ എന്താ മാറി മാറി കളിക്കില്ല. നമ്മളെ മൈൻഡിന് നമ്മൾ എന്താക്കുക എന്ന് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒന്ന് ടേബിളിൽ എത്താൻ നല്ലോണം ശ്രമിക്കുക, സ്റ്റഡി ടേബിളിൽ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എത്തുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ നമുക്ക് എന്തായാലും തോന്നും. അടുത്തതാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സുവോളജിയിൽ തന്നെ ലാസ്റ്റത്തെ ചാപ്റ്ററൊക്കെ ഇല്ലേ, ന്യൂറൽ കൺട്രോള്, കെമിക്കൽ കോർഡിനേഷൻ, അങ്ങനത്തതൊക്കെ സത്യം പറഞ്ഞാൽ ഒരൊറ്റ പേജിൻ്റെ, ഒരു വലിയൊരു A4 സൈസ് പേജിൻ്റെ ഒരൊറ്റ സൈഡിലേക്കാക്കി പഠിക്കാനുള്ളതേ ഉള്ളൂ. അതിൽ നമുക്ക് നല്ലോണം ടെക്സ്റ്റൊക്കെ വായിച്ച് നമ്മൾ ആദ്യം ഫെമിലിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ മൈൻഡ് മാപ്പിംഗ് ചെയ്യുക. പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് കുഞ്ഞു ബോക്സസ് ആക്കിയിട്ട് നമുക്ക് എന്താണോ അറിയുക, അതായത് ഡീറ്റെയിൽ ആയിട്ടല്ലാണ്ട് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു റീകോളിംഗ് മെത്തേഡ് പോലെ ഒരു വലിയൊരു പേപ്പറിൽ അത് എഴുതി വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരു പേപ്പറേ നമുക്ക് ശരിക്കും ആവശ്യം ഉണ്ടാവുള്ളൂ ആ ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെപ്പോലെ തന്നെ എക്സാമിന് ഹാളിൽ കയറുന്നതിന് മുമ്പ് 5 സെക്കൻഡ് ഉണ്ടെങ്കിൽ ആ 5 സെക്കൻഡും ആ ചാപ്റ്റർ മൊത്തം നോക്കാനിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 10th ഞാൻ സോഷ്യൽ അടക്കം ഇതുപോലെ എഴുതി വെക്കലുണ്ടായിരുന്നു. ഒരൊറ്റ പേപ്പറിലൊക്കെ ഞാൻ ഫസ്റ്റത്തെ ചാപ്റ്ററൊക്കെ കൊള്ളിച്ചിക്കണ്, ഒരു പേപ്പറല്ല 1.5 പേപ്പർ എടുത്തിട്ടുണ്ട്, വേറെ കൊള്ളിച്ചിക്കണ്. അപ്പോൾ അത് ഭയങ്കര ഈസി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ നമ്മൾ എക്സാം ഹാളിൽ കയറുന്ന ആ ഒരു സ്ട്രെസ് അടിച്ച് നിൽക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയം ഇത് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് റഹ്മാനിയയിലാണ് പഠിക്കുന്നത്, മെഡിക്കൽ കോളേജ് എത്തണം. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എക്സാമിലേക്ക് പോകുന്ന സമയത്ത് ക്രിസ്മസ് എക്സാമിനാണെങ്കിലും ഞാൻ ഈ സാധനം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ എഴുതി വെച്ച ചെറിയ മൈൻഡ് മാപ്പ് പോലത്തെ കുഞ്ഞു ചെറിയ ഒരു വലിയ പേപ്പറിൽ ചെറുതാക്കിയിട്ടാട്ടോ എഴുതിയത്. അപ്പോൾ അങ്ങനെ വലിയ പേപ്പറാണ്, അതിൽ ചെറുതാക്കി എഴുതിയ സാധനം പഠിച്ചിട്ട് അങ്ങനെ വായിച്ച് പഠിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പോൾ ഈ പബ്ലിക് എക്സാമിലേക്കാണെങ്കിലും ഈ പറയുന്ന ടീച്ചേഴ്സ് കുറേ പേപ്പർ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വലിച്ചു വാരി എഴുതിയ ഒരു വൃത്തിയില്ലാത്ത പേപ്പേഴ്സ് കണ്ടാൽ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. നമ്മൾ തന്നെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ എല്ലാം കൂടി എഴുതി വെച്ചാൽ കണ്ടാൽ നമുക്കൊന്നെങ്കിൽ നമ്മൾ വായിക്കാൻ നിൽക്കില്ല നല്ലോണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അടിപൊളിയായിട്ട് നോക്കൂല. അപ്പോൾ ഏറ്റവും നല്ല നമ്മൾ നല്ല നീറ്റായിട്ട് എന്താണോ എഴുതുന്നത് അത് വൃത്തിക്ക് എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ റിവിഷനാണ്. അപ്പം നമ്മൾ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മളത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആ ചാപ്റ്റർ പിന്നെ നോക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നാ പഠിച്ച കാര്യത്തിന് ഒരു വാല്യൂ ഇല്ലാത്ത പോലെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ എല്ലാവരും പറയാം ഓഡ് നമ്പറിൽ നോക്കാനാണ് പറയുക റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞ്, അതായത് 2 ദിവസം ഗ്യാപ്പിട്ട് 3-ാമത്തെ ദിവസം അത് വീണ്ടും പഠിക്കുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. പഠിക്കുകയല്ല, റിവൈസ് ചെയ്യുക. പിന്നെ അത് വീണ്ടും 5-ാമത്തെ ദിവസം റിവൈസ് ചെയ്യുക, പിന്നെ 7-ാമത്തെ ദിവസം വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെ ആ പഠിച്ച സാധനം പിന്നെയും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് നമ്മളെ മെമ്മറിയിൽ എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആവും. അപ്പോൾ പിന്നെയുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റീകോളാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ആ കാര്യം നമ്മൾ പഠിച്ച് നമ്മൾ ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കുകയെന്ന് വെച്ചാൽ അതന്നെ വീണ്ടും വായിച്ച് പഠിക്കുന്നതിന് പകരം നമ്മൾ എന്താണോ ആ കാര്യത്തിൽ പഠിച്ചത് ആ ടോപ്പിക്ക്, പിന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഓർമ്മ ഉള്ളത് അതൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കുക. എന്നിട്ട് നമുക്ക് ആ പോയിന്റ്സിൽ നമ്മൾ എഴുതി വെച്ച പോയിന്റ്സിൽ ഏതൊക്കെയാണോ മിസ്സിങ് ആ സാധനം വീണ്ടും പഠിക്കുക. എന്നിട്ട് ഇത് വീണ്ടും അതിലേക്ക് എഴുതി നോക്കുക. അങ്ങനെ ആക്റ്റീവ് റീകോൾ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് സത്യം പറഞ്ഞ ഈ ആക്റ്റീവ് റീകോൾ മെത്തേഡ് ഏറ്റവും അടിപൊളി മെത്തേഡിലൊന്നാണ്. എനിക്ക് എഫക്റ്റീവായിട്ട് നല്ല ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളതായ ടൈം, ഗെറ്റ് യുവർ ഓൺ ടൈം. അതായത് എല്ലാവരും പറയും മോർണിംഗ് പഠിക്കുന്നത്, ഏർലി ബേർഡ്സ് മോർണിംഗിൽ 100% ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും ഉറങ്ങി എണീക്കുന്ന സമയത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ പഠിക്കാൻ കഴിയില്ല. എനിക്ക് കുറച്ചെങ്കിൽ പഠിക്കാൻ കഴിയൽ രാത്രിയാണ്, അല്ലെങ്കിൽ വൈകുന്നേരമാണ്. അല്ലാണ്ട് എനിക്ക് ഈ ഒരു ടൈമിങ്, ഉച്ച ടൈമിങ് അല്ലെങ്കിൽ രാവിലെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ പഠിക്കാൻ കഴിയലില്ല. അപ്പോൾ നമുക്ക് ഏത് ടൈമാണോ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ടൈം നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഓർക്ക് പഠിച്ചാൽ, ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി, ആ കുട്ടിക്ക് പഠിച്ചാൽ രാവിലെയാണ് നല്ലത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ പഠിക്കണം എന്നില്ല. നമുക്ക് ഏത് ടൈമിംഗ് ആണോ ബെറ്റർ നമ്മൾ ആ ടൈമിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത കാര്യം, നമ്മളിപ്പോൾ +1 അത്യാവശ്യം എന്താ പറയുക മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യേണ്ട ടൈമാണ്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും ചെയ്യണ ഒരു കാര്യമുണ്ട്, ഒരു ഇമാജിനറി സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാം. ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഇമ്മെച്യൂരിറ്റിയാണ്, മറിച്ചാണ് ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ആ കാര്യം ഒന്നും കൂടി നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ആവാൻ നല്ലോണം യൂട്ടിലൈസ് ആവുന്നുണ്ട്. അതായത് നമ്മളെ ബ്രെയിനിൽ നല്ലോണം സ്റ്റോർ ആവുന്നുണ്ട്.
അപ്പോൾ നമുക്ക് അറിയാവുന്ന ആ ഒരു കാര്യം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആരും കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇമാജിനറി സ്റ്റുഡൻറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡോളോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിനെ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമ്മളെ ബ്രെയിനിൽ സ്റ്റോറായി നിൽക്കും. പക്ഷെ ഞാനിവിടെ പോലും എടുക്കാതെ എൻ്റെ പാവ പിടിച്ച അനിയന്മാരാണ്. ഓക്കെ, എന്താണെന്ന് പോലും അറിയാത്ത കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു ഇമാജിനറി സ്റ്റുഡൻറ്റിനെ വെച്ച് പഠിപ്പിച്ചു കൊടുത്താൽ നല്ല എഫക്റ്റീവായിരിക്കും. എനിക്ക് പലപ്പോഴും എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യലുണ്ട്. ഞാൻ ഇവിടെ വീട്ടിലാണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു കൊടുത്ത് ഇത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്വിച്ച് സബ്ജക്റ്റ് ഇഫ് നീഡഡ്. അതായത് നമ്മൾ ഒരു ദിവസം മൊത്തം നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചാൽ സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് നല്ല ബോറടിക്കും. അതായത് നമ്മളിപ്പോൾ ചിന്തിക്കും ഇന്ന് നാളെ മറ്റന്നാൾ വെച്ചിട്ട് ഈ സബ്ജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ സബ്ജക്റ്റിലെ ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുപ്പിച്ചൊരു ദിവസം മൊത്തം ആ സബ്ജക്റ്റ് പഠിച്ചെങ്കിൽ സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര ബോറടിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഫിസിക്സിൽ തന്നെ ആണെങ്കിൽ മോഷൻ്റെ 2 ചാപ്റ്റേഴ്സ്, ലോസ് ഓഫ് മോഷനും 3 ചാപ്റ്റേഴ്സ്, ലോസ് ഓഫ് മോഷനും മറ്റേ ഏതാണ് സ്ട്രെയിറ്റ് ലൈനും, മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈനും മോഷനിൻ്റെ പ്ലെയിനും ഇതൊക്കെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സത്യമായിട്ടും പ്രാന്താവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 2 പഠിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലേക്ക് സിമ്പിളായിട്ടുള്ള എന്തിലെങ്കിലും ചാടാൻ കഴിയുമോ നോക്കുക. അതായത് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സബ്ജക്റ്റ് മാത്തമാറ്റിക്കലി ചെയ്യേണ്ട സബ്ജക്റ്റുകൾ പഠിക്കേണ്ട ദിവസങ്ങൾ തന്നെ ചിലപ്പോൾ ലാംഗ്വേജുകൾ ഉണ്ടല്ലോ. അപ്പോൾ +1 നമുക്ക് ഒന്ന് സെക്കൻഡ് ലാംഗ്വേജും ഒന്ന് ഇംഗ്ലീഷും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങനത്തെ സാധനങ്ങൾ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേഗം അതിലേക്ക് ചാടാം. അപ്പോൾ ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അതിന് ശേഷം നമ്മൾ എന്താക്കുക, വീണ്ടും പ്രോബ്ലം സോൾവിങ്ങിന് അല്ലെങ്കിൽ അങ്ങനത്തെ തിയറീസ് പഠിക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ സ്കെച്ച് ഔട്ട് ദ ലിസ്റ്റ്. അതായത് നമ്മളിപ്പോൾ നമുക്ക് എത്രയൊക്കെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതിപ്പോൾ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാനെന്നാണെങ്കിൽ നമ്മളെല്ലാ സബ്ജക്റ്റിലും എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അതിൻ്റെ പേര് ഒക്കെ വെച്ചിട്ട് ഒരു വലിയ പേപ്പറിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണോ ഈസി ആയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ തന്നെ കിട്ടും എന്ന് തോന്നുന്നത് ഗ്രീൻ കളർ കൊണ്ട് മാർക്ക് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ഒരു മീഡിയം ലെവൽ, അതായത് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മനസ്സിരുത്തി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എന്ന് തോന്നുന്നത് ഒരു ഓറഞ്ചോ ഒരു യെല്ലോയോ അങ്ങനത്തെ കളറിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഒന്നും സബ്ജക്റ്റ് അല്ല ചാപ്റ്റർ നിങ്ങൾക്ക് ഒന്നും അത്ര അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പിക്കൊക്കെ അറിയായിരിക്കും ബട്ട് എന്നാലും അത്ര വലിയ തീരെ അറിയാത്ത ചാപ്റ്റേഴ്സൊക്കെ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണ ആവും നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ സബ്ജക്റ്റിൽ എങ്ങനെയൊക്കെ അറിയാം എങ്ങനെയൊക്കെ അറിയില്ല അങ്ങനെയൊക്കെ മനസ്സിലാവും. അതിനുശേഷം എന്താക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തീരെ ടൈമിങ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കിട്ടുന്ന ടൈം യൂട്ടിലൈസ് ചെയ്യുക, വല്ലാണ്ട് ഫോണ് അങ്ങനത്തെ കാര്യത്തിലേക്ക് പോകാണ്ടൊക്കെ. ആക്ച്വലി ഇത് എനിക്ക് തോന്നിയോണ്ട് ഞാൻ പറയണതാണ്. ഞാനിപ്പോൾ കുറച്ച് നല്ലോണം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താക്കാന്ന് വെച്ചാൽ അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണമായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കവർ ബാക്ക്ലോഗ്സ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം തന്നെ എന്താക്കുക, നിങ്ങളുടെ ആ ബാക്ക്ലോഗ്സ് നിങ്ങൾക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് ഇങ്ങനെ ഇപ്പോൾ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ നമുക്ക് ടീച്ചേഴ്സിൻ്റെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കായതുകൊണ്ട് +1 എല്ലാവരും ഇപ്പോൾ വീട്ടിലാണല്ലോ. +1 ആണെങ്കിൽ വീട്ടിലായിരിക്കും, നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും. എനിക്ക് സ്റ്റഡി ലീവാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈവ് കണ്ടിട്ടോ അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറോട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടോ നിങ്ങൾക്ക് അറിയാത്ത സംഗതികൾ നിങ്ങൾ പഠിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ടീച്ചറോട് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യാൻ കഴിയുമോ നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആട്ടോ. ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും ടീച്ചേഴ്സ് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തേത് ഹൈ വെയിറ്റേജ് പ്രയോറിറ്റൈസിങ്. ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സിൽ നല്ല ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് വിട്ടു പോവുകയേ ചെയ്യരുത്. ഇപ്പോൾ മാത്സിലാണെങ്കിൽ ട്രിഗ്നോമെട്രിയും മറ്റേ ലിമിറ്റൊന്നും വിടുകയേ ചെയ്യരുത്. ലിമിറ്റൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സത്യം പറഞ്ഞാൽ ലിമിറ്റ് നല്ല ടഫാണ്. പക്ഷെ എന്ത് വന്നാൽ ലിമിറ്റ് വിട്ടിട്ട് എക്സാം ഹോളിൽ കയറില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം അതൊക്കെ ഭയങ്കര എത്രയോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നല്ല ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരിക്കലും ഇത് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് വിട്ടിട്ട് പോവുകയേ ചെയ്യരുത്. കാരണം അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒരിക്കലും വിടരുത്. നല്ല വെയിറ്റേജ് ഉള്ള സാധനത്തിന് നല്ല പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നല്ലോണം പഠിക്കുക തന്നെ വേണം. പിന്നെ ഇനി ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഈ ടിപ്സ് അല്ലാണ്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എക്സാമാണ്. ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാനിടയ്ക്ക് എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെൽത്ത് വിട്ടിട്ട് കളിക്കരുത്. ഇപ്പോൾ എത്ര ആണെങ്കിലും
ഉറക്കം അത്യാവശ്യം വേണം. ഒരു 6 മണിക്കൂറെങ്കിലും, മിനിമം 6 മണിക്കൂറെങ്കിലും വേണം, നിർബന്ധമാണ്. പിന്നെ നല്ല ഫുഡ് കഴിക്കുക. പിന്നെ നോമ്പാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ നോമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം എത്രത്തോളം പഠിച്ചു തീർക്കാൻ കഴിയുമോ അത്രത്തോളം പഠിച്ചു തീർക്കുക. പിന്നെ ആ സമയത്ത് ഡീഹൈഡ്രേഷൻ വരും, പല സീനും ഉണ്ടാവും. അപ്പോൾ ഇപ്പം നല്ലോണം പഠിച്ചു തീർക്കാൻ കഴിയണേ പഠിച്ചു തീർക്കുക. ഇപ്പം തന്നെ പല അസുഖങ്ങളും ഇപ്പോഴും പരക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.